ഒരിടത്തും ജയിച്ചില്ലെങ്കിലും പലയിടത്തും ആം ആദ്മി സ്ഥാനാർത്ഥികളെ കോൺഗ്രസ് തോൽപ്പിച്ചു. അമ്മയെ തോൽപ്പിച്ച കെജ്രിവാളിനെ തോൽപ്പിക്കാനിറങ്ങിയ സന്ദീപ് ദീക്ഷിത്തിന് 4568 വോട്ടാണ് നേടാൻ കഴിഞ്ഞതെങ്കിലും മണ്ഡലത്തിൽ BJPയുടെ വിജയം 4089 വോട്ടിനാണ്. ത്രിലോക്പുരിയിൽ BJP സ്ഥാനാർത്ഥി 392 വോട്ടിന് ജയിച്ചപ്പോൾ കോൺഗ്രസ് നേടിയത് 6147 വോട്ട്. രജീന്ദ്ര നഗർ, സംഗം വിഹാർ, മാളവ്യ നഗർ, ജഗ്പുര, ഗ്രേറ്റർ കൈലാഷ് എന്നിവിടങ്ങളിലെല്ലാം കോൺഗ്രസ് നേടിയ വോട്ടുകൾ AAPയുടെ അടിവേരിളക്കി. എന്നാൽ സ്വന്തമായി വലിയ നേട്ടമൊന്നും എവിടെയും കോൺഗ്രസിന് അവകാശപ്പെടാനില്ല. 2020-ൽ 4% വോട്ട് വിഹിതം 6.5% വർദ്ധിച്ചു. എന്നാൽ നഗരസഭാ തിരഞ്ഞെടുപ്പിൽ ലഭിച്ച 13% വോട്ടുകൾ നിലനിർത്താൻ കഴിഞ്ഞില്ല. ഇതിലും മെച്ചപ്പെട്ട പ്രകടനം കോൺഗ്രസ് പ്രതീക്ഷിച്ചതാണ്. People wanted change. They were fed up of the way things were and they wanted change. I suppose they voted for change. My congratulations to all those who have won. And for the rest of us, it just means we have to work harder and we have to stay there, be on the ground and be responsive to the people's issue. കൽക്കാജിയിൽ മുഖ്യമന്ത്രി അതിഷിയെ നേരിട്ട അൽക്കാലാമ്പയ്ക്ക് നിലം തൊടാനായില്ല. 10,000 വോട്ടെങ്കിലും പിന്നിടാൻ കഴിഞ്ഞത് വിരലിലെണ്ണാവുന്ന മണ്ഡലങ്ങളിൽ മാത്രം. AAP തകർന്നാൽ വീണ്ടും ഡൽഹിയിൽ വളരാമെന്നതാണ് കോൺഗ്രസിന്റെ കണക്കുകൂട്ടൽ. AAP തകർന്നു, ഇനി കോൺഗ്രസിന്റെ പദ്ധതി എന്ത് എന്നതാണ് ഡൽഹിയിലെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം. ഡൽഹിയിൽ നിന്ന് അനൂപ് ദാസ്, മാതൃഭൂമി ന്യൂസ്.